നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളുടെ തായ്ലൻഡ് വെറൈറ്റി ബൊഗൻവില്ലകളൊക്കെ നന്നായി പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. സിൽവർ ഡിലൈറ്റ് ഉണ്ട്, നമ്മളെ ഫോർമോസ ഉണ്ട്, ഇനിയും ധാരാളം ചെടികളുണ്ട്. കുറേ ആളുകൾ ഇതിൻ്റെ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ ക്ഷമ ചോദിക്കട്ടെ, നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് നമ്മളിതിൻ്റെ തൈ എല്ലാം ലെയർ ചെയ്തിട്ടും അതുപോലെ കട്ട് ചെയ്ത് വെച്ചതും ഒക്കെ ഇങ്ങനെ പൊടിച്ചു വരുന്ന സമയത്താണ് നമുക്ക് നനയ്ക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വന്നത്. അതിൽ ആ കട്ട് ചെയ്ത് വെച്ച തൈകളും ലെയർ ചെയ്ത് വെച്ച സാധനങ്ങളും എല്ലാം ലെയർ ചെയ്ത് എടുത്ത് മാറ്റി വെച്ച തൈകളെല്ലാം വളരെയധികം കേടായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ചെറിയ തൈകൾ പോയി. ബാക്കി മദർ പ്ലാന്റ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മദർ പ്ലാന്റൊക്കെ നന്നായി നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ബോഗൻവില്ല ചോദിച്ച ആളുകളോട് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ചെറിയ തൈകൾ തയ്യാറാവും. നിങ്ങളുടെ ബോഗൻവില്ല വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഈ ബോഗൻവില്ലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അമിത വെള്ളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അല്പം ഡ്രൈ ആയി എന്ന് തോന്നുന്ന അവസ്ഥയിൽ, മണ്ണ് ഡ്രൈ ആയി ചെടിക്കൊരു ക്ഷീണം എന്ന് തോന്നുന്ന അവസ്ഥയിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലകളുടെ മുകളിലൂടെ, ചെടികളുടെ പൂക്കളുടെ മുകളിലൂടെ വെള്ളം ഒഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതും പൂക്കൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഒന്ന്, ജൈവവളങ്ങൾ സ്പ്രേ ചെയ്യുന്ന ആളുകൾ വൈകുന്നേര സമയത്ത് ഈ പൂക്കളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തങ്ങി നിന്ന് ഫംഗസ് ബാധയ്ക്കും പൂക്കൽ കൊഴിയലിനും കാരണമാകും. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ പോഷണങ്ങൾ കിട്ടാത്തത് കൊണ്ട്. അതായത് നമ്മൾ ഒരു നഴ്സറിയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയാലോ ഏത് വളമാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു NPK വളങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. പൂവുണ്ടാവാൻ എന്താണ്, ഇലകൾ ഉണ്ടാവാൻ എന്താണ്, വേരുപടലങ്ങൾ ദൃഢമാവാൻ എന്താണ് NPKയുടെ. അപ്പോൾ നമ്മൾ ഒരു ബോഗൻവില്ല മേടിച്ച് വന്ന സന്ദർഭത്തിൽ, തുടക്കത്തിലാണെങ്കിൽ NPK വളം, നൈട്രജൻ കൂടിയ വളങ്ങൾ മേടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചെടി കരുത്തായി വളരും. ആദ്യം കരുത്താണല്ലോ വേണ്ടത്. നമ്മളുടെ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഇത് കാര്യം കേട്ടോ. ഏതെങ്കിലും ഒരു NPK ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഏത് വളമായിട്ട് ചോദിച്ചപ്പോൾ NPK ഇട്ടു എന്ന് പറയും. ഈ NPK എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ് NPK ഇട്ടു എന്ന് പറയുന്നത്. N-ഉം P-യും K-ൻ്റെയും പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് ഇതിൻ്റെ പൂവിടലും ഇലവളർച്ചയും തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു നഴ്സറിയിൽ നിന്ന് ഒരു ബോഗൻവില്ല മേടിച്ച ആൾക്ക് എപ്പോഴും നമ്മളുടെ ഒരു അത്യാഗ്രഹമുണ്ട് പൂവ് വേഗത്തിലിടുക എന്ന്. അങ്ങനെ ചെയ്യരുത്. കാരണം ആ ചെടിക്ക് വേര് സെറ്റായി വന്ന് കരുത്തായിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ പൂവിടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പൊട്ടാഷ് വളങ്ങൾ കൂടുതൽ പ്രയോഗിച്ചാൽ ചെടി ഒന്ന് മുരടിക്കും, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടിയ ചെടീനെ ആദ്യം നന്നായി പരിപാലിച്ച് വളർത്തുക. അതിനു വേണ്ടിയിട്ട് നൈട്രജൻ വളങ്ങൾ, ജൈവവളമായാലും രാസവളമായാലും അത് കൊടുത്തിട്ട് നൈട്രജൻ വളങ്ങൾ കൊടുത്ത് വളർത്തുക. അത് കഴിഞ്ഞ് നഴ്സറിയിൽ നിന്ന് നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷം കരുത്തുള്ള ചെടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു സാധാരണ ഒരു കൊമ്പും 2, 3, 4 ഇലയായിട്ടുള്ള ചെറിയ ചെടിയൊക്കെ മേടിക്കുന്നത് നിർബന്ധമായി നൈട്രജൻ കൊടുത്ത് വളർത്തിയാൽ മതി. അത് ഓർഗാനിക്കോ അല്ലെങ്കിൽ കെമിക്കലോ, ജൈവ രാസായുധ രീതിയിൽ ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് കരുത്തായി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് പൊട്ടാഷ് വളങ്ങളിട്ട് കൊടുക്കാം. അപ്പോൾ കൃത്യമായ വളം കൊടുത്തിട്ടില്ലെങ്കിലും പൂ കൊഴിയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പൂവിടാനുള്ള പ്രായമായി അല്ലെങ്കിൽ ഇനി പൂവിടണം, നിങ്ങളെ കൊമ്പൊക്കെ ഇങ്ങനെ ഇതേപോലെ പടർന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്, നിറയെ പൂവിടണം എങ്കിൽ NPKയിലെ അവരോട് ചോദിക്കുക, കടക്കാരോട് ചോദിക്കുക, NPKയിൽ പൊട്ടാഷ് കൂടിയ വളം ഏതാണ് ചോദിക്കുക. അപ്പോൾ കടയിലുള്ളത് ഏതാണെങ്കിൽ അത് തരും. അതാണ് നമ്മൾ വാങ്ങേണ്ടത് കേട്ടോ. ഏതെങ്കിലും NPK അല്ല, പൊട്ടാഷ് വളം കൂടിയത് വാങ്ങിയിട്ട് നമ്മളെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചെടികൾക്ക് കൂടുതൽ പൂവുണ്ടാവാൻ. ഇനി ഒരു ഘട്ടം പൂവുണ്ടായി കഴിഞ്ഞാൽ നന്നായി പൂ, ഇപ്പോൾ ഇതിലൊക്കെ മാക്സിമം പൂവായി, ഇപ്പോൾ ഇത് മാക്സിമം പൂ നിൽക്കുക. ഇനി ഇത് മെല്ലെ മെല്ലെ കൊഴിയാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴാണോ പൂവ് കൊഴിയാൻ തുടങ്ങുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ബോഗൻവില്ല നിറഞ്ഞു പൂത്ത് നിന്നിട്ട് എപ്പോഴാണോ പൂക്കൾ കൊഴിയാൻ തുടങ്ങുന്നത്, ആ കൊഴിയാൻ തുടങ്ങി ഒരാഴ്ച ആകുമ്പോഴേക്കും അതിൻ്റെ പൂവെല്ലാം കരിഞ്ഞ് മെല്ലെ കൊഴിയും. ആ കൊഴിയാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ NPKയുടെ നൈട്രജൻ കൂടിയ വളങ്ങൾ വീണ്ടും കൊടുക്കുക. അതായത് കടലപ്പിണ്ണാക്ക് ഒപ്പിച്ച് കൊടുക്കുക.
DAP അല്ലെങ്കിൽ യൂറിയ ഏതെങ്കിലും സ്പ്രേ ചെയ്യുകയോ ഒഴിച്ച് കടക്കിലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ പൂവ് എല്ലാ പൂവും വിരിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ, പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ കൊഴിയാൻ തുടങ്ങും, ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ കുറച്ച് നൈട്രജൻ വളങ്ങൾ ഒരു തവണ കൊടുക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ആ പൂവൊക്കെ കൊഴിയും എന്ന് നമുക്ക് അറിയണം കേട്ടോ. പൂവ് കൊഴിയാൻ സമയം ഏകദേശം അറിയണം. അങ്ങനെ പൂവ് കൊഴിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്താ പറയുക, നമ്മൾ നൈട്രജൻ പെട്ടെന്നൊന്ന് ഇടയിൽ കൊടുത്തത്, ഈ നൈട്രജൻ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ മുകുളങ്ങൾ വരുത്താൻ നോക്കും, പൂവിൻ്റെ മുകുളങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ അങ്ങനെ വരുത്താൻ വേണ്ടി നമ്മൾ നൈട്രജൻ കൊടുത്തു. അപ്പോഴേക്കും പൂവെല്ലാം ഉണങ്ങി കൊഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഈ പൂ കൊഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ പോയിന്റുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പച്ച മുകുളങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് തട്ടിയിട്ട് വൃത്തിയാക്കുക. പഴയ പൂവിൻ്റെ ഞെട്ടികളുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം കടക്കിൽ കുറച്ച് വളം, നൈട്രജൻ കൂടിയ വളങ്ങൾ ഇട്ട് കൊടുക്കുക. കടലപ്പിണ്ണാക്കോ ജീവാമൃതോ പഞ്ചഗവ്യോ അതൊക്കെ കൊടുക്കുക. പിന്നെ ഇലയമ ഒരു 30-10 യൂറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് സ്പ്രേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ചു വരും. പൊടിച്ചു വന്നിട്ട് ഇതിനൊരു പ്രശ്നമുള്ള, ഇങ്ങനെ നൈട്രജൻ മാത്രം കൊടുത്താൽ ഇല നന്നായി വളരും, പൂവുണ്ടാവാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ പൊടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പൂവായി വിരിയുന്ന ഭാഗങ്ങൾ കണ്ടാൽ അറിയാലോ. ആ പൊടിച്ചു വന്നൊരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അതായത് പൂമുട്ടുകൾ പോലുള്ള ഇലേനെയാണ് ആ പൂ പോലുള്ള ഭാഗങ്ങൾ വളർന്നിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നൈട്രജൻ കൊടുത്തിട്ട് കുറച്ചൊരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ NPK പൊട്ടാഷ് കൂടിയ വളം ഒന്ന് സ്പ്രേ അല്ലെങ്കിൽ കടക്കിൽ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല തെളിഞ്ഞിട്ട് പൂവ് വരും. ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, നമ്മൾ വാങ്ങുന്നത് ഒരു നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ല. വെള്ളം ഒഴിക്കുക, വളമിടുക, പൂവ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാവും വിൽപ്പനക്കാരുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഈ സിൽവർ ഡിലൈറ്റ് തന്നെ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യത്തെ ഫ്ലവറിങ് ആയി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിലിപ്പോൾ കണ്ടോ ഈ ഭാഗം ഫ്ലവർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ വേറെ കൊമ്പിൽ ചെറിയ പച്ച നാമ്പുകൾ വരിക. അത് 2 കാര്യമാണ്. ആ സ്പീഡായിട്ട് പച്ച നാമ്പുകൾ പുതിയത് വന്ന് അതൊക്കെ പൂവായി മാറാൻ പ്രൂണിങ് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പുതിയ മുകുളം വരുമ്പോൾ തന്നെ പൂവ് വരും. പിന്നെ നിലവിലുള്ള കൊമ്പുകളുടെ, ഈ നിലവിലുള്ള ഈ കൊമ്പുകളുടെ ഇവിടെയൊക്കെ പൂവായി, പക്ഷേ ഇതിൻ്റെ ഇടയിൽ നോക്കുക ചെറിയ മുകുളങ്ങൾ മുന്നേ വന്ന് നിൽക്കണതിലൊക്കെ വീണ്ടും പൂവ് വരുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു കഴിവാണ്. അതായത് എപ്പോൾ പൂവ് വരുത്തണം, എങ്ങനെ പൂവ് വരുത്തണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വളപ്രയോഗമൊക്കെ കൃത്യമായി പഠിക്കുക. മറ്റേതെന്താ അറിയോ, എന്തെങ്കിലും കൊടുക്കുക കുറേ പൂവ് ഉണ്ടാവുക എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്ന് ചെയ്തു നോക്കൂ. എല്ലാ ചെടിയിലും നിങ്ങൾക്ക് ഒരു വസന്തം തന്നെ തീർക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ അവയർനെസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും ഇതിന് താഴെ പ്രതീക്ഷിക്കുന്നു. താങ്ക്